പക്ഷെ ഞങ്ങക്ക് ഞങ്ങളുടെ ഇതിലുള്ള ട്വിസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പത്തെ ഒരു ജനറേഷനില് മുട്ടായി കൊടുക്കലുണ്ടാവും, എൻഗേജ്മെന്റ് ഉണ്ടാവും, സേവ് ദ ഡേറ്റ് ഉണ്ടാവും, ഇങ്ങനെ പല പരിപാടി. ഇതൊന്നും ഞങ്ങൾക്കില്ല. ഇല്ല. അറബ് അറിയാത്തതുകൊണ്ട് ഞാൻ ഇതുമ്പോൾ നിർത്തുകയാണ്. ഓക്കെ ബൈ. ആക്ഷൻ. ഓക്കെ, മൈക്ക് വർക്കിംഗ് അല്ലേ? ചെക്ക് ചെക്ക്. റെഡി അല്ലേ? അപ്പോൾ ഞങ്ങളിപ്പോൾ എന്നുള്ളത് കൊടുങ്ങല്ലൂർ ഇരിഞ്ഞാലക്കുട ഭാഗത്താണ്. ഇവിടെ കറക്റ്റ് എന്താ സ്ഥലം പറയാം? ഇത് കറക്റ്റ് കൊടുങ്ങല്ലൂര്. കൊടുങ്ങല്ലൂരാണ് ഫംഗ്ഷൻ നടക്കുന്നത്. കൊടുങ്ങല്ലൂർ. വീട് ഇവിടുന്ന് 8 കിലോമീറ്റർ കരൂപ്പടന്ന എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ പിന്നെ ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് ഈ മാസത്തെ 13ാമത്തെ കപ്പിളാണ് ഈ മാസത്തെ. അപ്പോൾ ചില കപ്പിൾസിൻ്റെ നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഇൻ്റർവ്യൂ ഒന്നും കിട്ടാറില്ല. അപ്പോൾ കിട്ടുന്നിടത്ത് ഞങ്ങൾ മാക്സിമം അത് യൂസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ രാവിലെ ഈ പറഞ്ഞു കൊടുക്കാൻ റീല് കണ്ടപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് തരരുതെന്ന് വിചാരിച്ചാണ്. പിന്നെ പക്ഷെ അതുകൊണ്ടാണ് ഞാൻ വൈകുന്നേരത്തേക്ക് വെക്കണത്. കാരണം സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഒരു ഫീഡ്ബാക്ക് കൊടുക്കണം എന്ന് ഓട്ടോമാറ്റിക്കലി തോന്നും. ആ സമയത്തേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ റിസ്കിൻ്റെ ആവശ്യമില്ല. പിന്നെ അപ്പോൾ എന്താണെങ്കിലും പിന്നെ 3 ദിവസത്തെ ഫംഗ്ഷൻ ആയിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച. ബ്രൈഡിൻ്റെ വീട് ആൾറെഡി നിലമ്പൂരാണ്. അപ്പോൾ നിലമ്പൂരിൽ നിന്ന് കൊടുങ്ങല്ലൂരും ഏകദേശം ഒരു 4-4.5 മണിക്കൂറിൻ്റെ റണ്ണിങ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണിത് ഇത്രയും ദൂരത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഈ ഒരു കല്യാണം എങ്ങനെ വന്നു? ഞങ്ങള് ഫുൾ സൗദി ബേസ്ഡ് ആണ്. അപ്പൊ അവിടുന്ന് ഉണ്ടായ പ്രപ്പോസലാണ്. ഓക്കെ, അപ്പൊ ഫാമിലി നമ്മൾ രണ്ടുപേരെ ഫാമിലി സെറ്റിൽഡ് അവിടെയാണ്. നമ്മൾ വർക്കും ഫാമിലിയും അവിടെയാണ്, ആളുടെ ഫാമിലിയും അവിടെയാണ്. അപ്പൊ ഫാമിലിക്കും സുഖം, ഞങ്ങൾ അവിടെ തന്നെ ആണെങ്കിൽ അവർക്കും സുഖമാണ്. അപ്പൊ പിന്നെ നാട്ടിൽ പിന്നെ വേണ്ടി നോക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോ വർഷത്തിലായാലും ഒരു 10-15 ദിവസമൊക്കെ മാക്സിമം നാട്ടിൽ വന്ന് നിൽക്കില്ല ഒരു വർഷത്തിൽ. നിങ്ങളിപ്പോ സൗദിയിൽ ആൾറെഡി പിന്നെ ഇപ്പൊ ഈ കല്യാണം പ്രപ്പോസൽ വരുന്നതിന്റെ മുന്നേ അറിയുന്ന ആൾക്കാരാണോ അതോ? അങ്ങനെ പരിചയമൊന്നുമില്ല. ഞാൻ എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിന്റെ ഉപ്പാന്റെ ഫ്രണ്ട്സാളും പിന്നെ ഷിബിലിന്റെ ഉപ്പാന്റെ ഫ്രണ്ട്സാളും പിന്നെ ഇപ്പൊ കുറെ പേരുണ്ട്. ഉണ്ടായിരുന്നില്ല. വാപ്പാനൊന്നും എന്റെ വാപ്പ ഇവിടെ, എന്റെ വാപ്പൊക്കെ പൊതുവെ ഒരു സാമൂഹിക സോഷ്യൽ വർക്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ള ആളാണ്. പക്ഷെ മൂപ്പര് ഇതുവരെ കണ്ടിട്ടില്ല വാപ്പാൻ. അങ്ങനെ പ്രപ്പോസൽ വന്നു, കല്യാണമൊക്കെ ആയി. അപ്പോൾ ഈ കല്യാണം വന്നു. എന്താണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ദിവസമാണ്? നിങ്ങൾ പിന്നെ ചെറുപ്പം മുതലേ സൗദി തന്നെയാണോ രണ്ടുപേരും? അപ്പോൾ ആൾറെഡി നിങ്ങൾ ഈ പ്രപ്പോസൽ വന്നതിന് ശേഷം തന്നെയുള്ള പരിചയമുള്ളൂ. നിക്കാഹ് എന്നാണ് നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്തത്? മീൻസ് ഈ ഒരു കല്യാണത്തിലേക്ക് ഒരു 6 മാസം മുന്നേ, ഒക്ടോബർ നവംബർ ആ ഒരു സമയത്ത്. നവംബറിൽ ഞാൻ വന്ന് 2 ദിവസം വന്ന് പെണ്ണുണ്ട് പോയി. പക്ഷെ ഞങ്ങക്ക് ഞങ്ങളുടെ ഇതിലുള്ള ട്വിസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പത്തെ ഒരു ജനറേഷനില് മുട്ടായി കൊടുക്കലുണ്ടാവും, എൻഗേജ്മെന്റ് ഉണ്ടാവും, സേവ് ദ ഡേറ്റ് ഉണ്ടാവും, ഇങ്ങനെ പല പരിപാടി. ഇതൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ അന്ന് നവംബറിലെ പെണ്ണ് കണ്ടിട്ട് പിന്നെ കാണുന്നത് നിക്കാഹിനാണ്. അതായത് കഴിഞ്ഞ ഞായറാഴ്ച പോയ സമയത്ത് ജസ്റ്റ് ഫാമിലിന്റെ കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നാട്ടിൽ വന്നിട്ടാണെങ്കിലും കണ്ടിട്ടില്ല. പിന്നെ കാണുന്നത് നിക്കാഹിന് എൻട്രിയുടെ സമയത്താണ് കാണുന്നത്. അതിന്റെ മുന്നേ ഒരു മുട്ടായി കൊടുക്കൽ ഉണ്ടായിട്ടില്ല, എൻഗേജ്മെന്റ് ഉണ്ടായിട്ടില്ല. പക്ഷേ നിങ്ങളിപ്പോ 7 മാസം മുന്നേ ആൾറെഡി പ്രപ്പോസലൊക്കെ വന്നല്ലോ. അതിനുശേഷം നിങ്ങൾ തമ്മിൽ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു? കോൺടാക്ട് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാല് വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഇപ്പോഴേക്കുണ്ടല്ലോ ഒരു അതായത് അറിയുന്ന പോലെ തന്നെ ആയി. കല്യാണങ്ങളൊക്കെ അങ്ങനെ രീതിയിലായി. പിന്നെ അതായത് ഇപ്പോൾ നിങ്ങൾ സൗദിയിലാണ് കൂടുതൽ നിന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടെയും അവിടെയും നിൽക്കുന്നതിന് എന്താണ് നിങ്ങൾക്കൊരു സേഫ് സോൺ എങ്ങനെയാണ്? സൗദിയും നമ്മളെ ഇന്ത്യയും കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിലും? അതിപ്പോൾ അങ്ങനെയൊന്നും പറയാനില്ല. ഞാൻ ഇപ്പോൾ അവിടെ ജനിച്ചു വളർന്ന് പഠിച്ചതും പണിയെടുത്തൊക്കെ അവിടെ തന്നെ. അവിടെ 4 വർഷം കോളേജും പഠിച്ചിട്ടുണ്ട്. രണ്ട് വൈബാണ്. അത് നോക്കിയിട്ടൊന്നും കാര്യമില്ല, കുഴപ്പമൊന്നുമില്ല. അപ്പൊ നിങ്ങളിപ്പോ കൂടുതലും സൗദി തന്നെ? സൗദി ഇവിടത്തിനെക്കാട്ടും കുറച്ചും കൂടെ ഒക്കെ സേഫ് ആണ്. പിന്നെ ഇപ്പൊ സൗദിയിൽ ഇപ്പൊ 2034 വേൾഡ് കപ്പ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതിന്റേതായിട്ടുള്ള കുറെ ഇതൊക്കെ വരുന്നുണ്ട്. പുതിയ ബിസിനസ് ഒക്കെ നല്ല ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട്. അതായത് കൂടുതലായിട്ട് അങ്ങനെ ദുബായിത്തെ പോലെ അങ്ങനെ എടുക്കാം. പക്ഷെ ആ ഫോട്ടോഗ്രാഫി ആ ഒരു സെക്ടർ ഇപ്പൊ ബൂമാവുണ്ട്. മാറുന്നുണ്ട്. അതെന്താ വെച്ചാൽ എന്നെ വിളിച്ചു. അവിടെ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആള് വിളിച്ചു, നിങ്ങള് അവിടെ ഒരു പിന്നെ നിങ്ങളൊരു പാർട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്യണം സൗദിയിൽ 2034 ആകുമ്പോൾ. നിങ്ങൾക്ക് ഒരു മിനിറ്റ് പോനെ 2034 ആകുമ്പോൾ നിങ്ങൾക്ക് പിന്നെ കുറച്ചും കൂടെ ഇപ്പം തന്നെ തുടങ്ങി കഴിഞ്ഞതാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് സൗദിയിലേക്ക് നമ്മളൊരു സംഗതി നോക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ തീർച്ചയായും അപ്പോൾ നിങ്ങളൊക്കെ ഞാൻ അവിടെ ഉണ്ടല്ലോ. എനിക്ക് ഒരുപാട് ക്ലൈന്റ് ആൾറെഡി സൗദിയിൽ വരുമ്പോൾ തീർച്ചയായും വിളിക്കണം. തീർച്ചയായും. പിന്നെ അപ്പോൾ പിന്നെ കഴിഞ്ഞ ഞായറാഴ്ച അവിടുത്തെ നിക്കാഹ്, ആ നിക്കാഹിന് ഞങ്ങൾ റീല് അന്നെ തന്നിരുന്നു. എന്താണ് ആ റീലിനെ കുറിച്ച്? ഒന്നാമത്തെ കാര്യം, എനിക്ക് ഞാൻ ഭയങ്കര അങ്ങനെ ഫോട്ടോ എടുക്കാനും പോസ് ചെയ്യാനൊന്നും അറിയാത്തയും, അല്ലെങ്കിൽ ഞാൻ ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണെങ്കിലും എന്റെ ഫോട്ടോസ് കിട്ടാന്ന് പറയുന്നത് ഭയങ്കര റയറാണ്. അതെനിക്ക് അതിന്റെ ഒരു ഡ്രീം ആയിരുന്നു. എല്ലാരും കൂടെ ഒന്ന് ഫോട്ടോ എടുത്തിരുന്നെങ്കിൽ എനിക്കൊരു റീല് കിട്ടിയിരുന്നെങ്കിൽ. ആ ഒരു ഡ്രീം
ഞങ്ങളെ റീലിലൂടെ അത് അടിപൊളി, നല്ല റീലായിരുന്നു. നല്ല റീൽ, എനിക്ക് നല്ല ഫീഡ്ബാക്ക് കിട്ടി. നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു, അതേപോലെ ക്ലിപ്സും എല്ലാം ഒക്കെ നല്ല സംഭവം. അപ്പോൾ അത് കഴിഞ്ഞു. ഇന്നലെ നമ്മളൊരു ഈവ് ക്യാപ്ചർ ചെയ്തു. ഇന്നിപ്പോൾ നമ്മളെ റിസപ്ഷൻ ക്യാപ്ചർ ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ ക്യാപിറ്റോൾ തിയേറ്റർ എങ്ങനെ വന്നു എന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം ഷിബിലിൻ്റെ ജ്യേഷ്ഠൻ്റെ ഷഹബാസിൻ്റെ ഫ്രണ്ട് അഫീഫ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട് മലപ്പുറത്ത്. ആളുടെ വെഡ്ഡിങ്ങും ആളുടെ സിസ്റ്റർ വെഡ്ഡിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്തിരുന്നത്. അവൻ്റെ കെയർ ഓഫിലാണ് ആൾറെഡി വന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ ഒരു കെയർ ഓഫിൽ വന്നാലും ക്യാപിറ്റോൾ തിയേറ്റർ നിങ്ങൾക്ക് സംബന്ധിച്ച് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഈ ഒരു നിങ്ങൾ ഈ 3 ദിവസത്തിൽ ഞങ്ങളുടെ ഒരു പെരുമാറ്റവും അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ക്യാപ്ചറിങ്ങും എന്താണ് ക്യാപിറ്റോൾ തിയേറ്ററിനെ ഒരു സ്പെഷ്യലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പറയേണ്ടത്? ഞാൻ പറയട്ടെ, ടീമിനെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഒന്നാമത്തെ കാര്യം എന്താണ്, എപ്പോഴോ പരിചയമുള്ള ആൾക്കാരെ ആ ഒരു വൈബാണ്. മിണ്ടാനാണെങ്കിലും സംസാരിക്കാനാണെങ്കിലും. എനിക്കിന്ന് മേക്കപ്പ് വേർത്തപ്പോൾ മറ്റേ എന്താണ് പഫ് വെച്ചിട്ട് വേർപ്പ് വരെ തുടച്ചെന്നത് വേറെ ആരും ഉണ്ടായില്ല. അപ്പോൾ ഇക്കെന്ന് തന്നെ മടിച്ചിക്കാണ്ട് ഞാൻ തുടച്ചു തരാമെന്ന് പറഞ്ഞാൽ ഇക്ക തന്നെ നല്ല നീറ്റായിട്ട് ടച്ച് ചെയ്ത് തന്നു. അല്ലെങ്കിൽ ഒരു ഫാമിലി പോലെ ഫീൽ ചെയ്തു. കംഫർട്ടബിൾ ആയിട്ട് നിൽക്കാനും വിളിക്കാനും കാര്യങ്ങൾ സംസാരിക്കാനാണെങ്കിലും ഒക്കെ നൈസ് ചെയ്തു. ടീമിനെ നല്ല ഇഷ്ടമായി. എനിക്കും അത് തന്നെ പറയാനുള്ളത്. ഇപ്പൊ ഞാനെല്ലാം നിങ്ങളോട് പറഞ്ഞല്ലോ, എനിക്ക് ചിരിക്കാറില്ല. എന്റെ സ്മൈല് കറക്റ്റ് തരണോ? ഞാൻ ഹോട്ടലിൽ പോയി അപ്പൊ ചെന്തെങ്കിലും എന്നോട് പറഞ്ഞു എനിക്ക് സ്മൈൽ ചെയ്യാനോ കാര്യങ്ങളൊന്നും അറിയില്ല, എനിക്ക് എന്താ വെച്ചാ പറഞ്ഞോ. പക്ഷെ എനിക്ക് പറയേണ്ട ആവശ്യം വന്നില്ല, ആൾറെഡി ആള് സെറ്റാണ്. അത് ഇതിനൊക്കെ ഫോട്ടോ എടുക്കുമ്പോ മുഖം ഇങ്ങനെ പക്ഷെ ഈ ചിരി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ചിരി തുടക്കം മുതലേ വന്നിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഹാപ്പിയാണ്, ഞങ്ങളുടെ പിന്നെ ക്യാപ്ചറിങ്ങിലും നിങ്ങൾ ഹാപ്പിയാണ്, നിങ്ങൾക്ക് കിട്ടിയ ഔട്ട്പുട്ടിലും എല്ലാം കൊണ്ടും ഹാപ്പിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ ഒക്കെ ഒരു കല്യാണമൊക്കെ വരികയാണെങ്കിൽ ക്യാപിറ്റോൾ തിയേറ്ററിനെ നിങ്ങൾ എങ്ങനെ കൂടുതൽ ചിലപ്പോൾ അപ്രോച്ച് ചെയ്യും. നിങ്ങളവിടെ പെരിന്തൽമണ്ണ ഭാഗത്തല്ലേ? തീർച്ചയായിട്ടും എന്റെ ഫാമിലി അവിടെയാണല്ലോ, ഞാൻ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എന്താണെങ്കിലും ഒരുപാട് സമയം ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു സാധനം വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ടൊരു ഫീഡ്ബാക്ക് കിട്ടുക ലാസ്റ്റ് ടൈം. അപ്പോൾ ഈ പറഞ്ഞല്ലോ, അത് ആ സമയത്ത് എനിക്ക് കിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ എങ്ങനെ പെരുമാറി എന്നുള്ളതും കൂടെയാണ് നമ്മൾ മെയിനായിട്ട് ഈ ഫീഡ്ബാക്കിലൂടെ കൊടുക്കുന്നത്. ഇത് നമ്മളൊരു ഞാൻ കാര്യമായിട്ട് പറയും. അപ്പോൾ എന്തായാലും ഞങ്ങൾ പറഞ്ഞതിനനുസരിച്ചൊക്കെ നിങ്ങൾ തുള്ളിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഇൻഷാല്ലാ നല്ല രീതിയിൽ കിട്ടും തന്നെയാണ് നമ്മളെ പ്രതീക്ഷ. അപ്പോൾ എന്താണ് ഇത്രയും സമയം ഞങ്ങളോട് സഹകരിച്ചതിന് എല്ലാവിധ ഭാവങ്ങളും. ഇനിയും നിങ്ങൾ രണ്ടുപേരും ഒരുപാട് സൗദിയിലും നാട്ടിലൊക്കെ ആയിട്ട് കുട്ടികളും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് എല്ലാവിധ ആശംസകളും. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഹാപ്പിയാണ്. അപ്പോൾ വീണ്ടും ഒരു കപ്പിളിനായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ. Thank you so much. Okay. English അറിയാം. മറുപടി പറയാൻ തിരിച്ചു പറയാൻ എനിക്ക് അറബി അറിയില്ല. മൂപ്പരെ കാര്യങ്ങൾ എന്തൊക്കെയോ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ ആൾറെഡി നിങ്ങളെ കുറേ ഫോട്ടോസ് ഞങ്ങൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞങ്ങൾ പറഞ്ഞാൽ പിന്നെ ലിങ്കിൽ ആൾറെഡി കുറച്ച് ഫോട്ടോ കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ ഹാപ്പിയാണെന്ന് പ്രതീക്ഷിക്കുന്നു. كلش سواء التصوير. ايوه عندك دحين لينك موجود. ايوه ارسلت عندك الواتساب. اكيد اذا ان شاء الله في مبسوط انت عشان اكيد شكرا انا مبسوط وشكرا كثير على حفل وعلى تصوير والحمد لله شكرا كثير. اوكي ثانك يو so much. Thank you. അറബ് അറിയാത്തതുകൊണ്ട് ഞാൻ ഇതുമ്പോൾ നിർത്തുകയാണ്. ഓക്കെ, ബൈ.